കുടുംബശ്രീക്ക് കരുത്തായി ഇനി കരാട്ടയും. കുടുംബശ്രീ അംഗങ്ങളിലെ ആദ്യ ബാച്ചിന്റെ പരിശീലനം പൂർത്തിയാക്കി. സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് ധീരം എന്ന പേരിൽ സൗജന്യ കരാട്ടെ പരിശീലനം നൽകുന്ന പദ്ധതിക്ക് തുടക്കമായത്. അംഗങ്ങളെ സ്വയം പ്രതിരോധത്തിന് പ്രാപ്തരാക്കുന്നതിനപ്പുറം അവർക്ക് വരുമാനം നേടാനും ഈ പദ്ധതി സഹായിക്കുന്നുണ്ട്. 1 2 3 4 5 6 7 8 9 22 വനിതകളാണ് പാലക്കാട് ജില്ലയിലെ ആദ്യ ബാച്ചിൽ പരിശീലനം പൂർത്തിയാക്കിയിറങ്ങുന്നത്. സംസ്ഥാന തലത്തിൽ പരിശീലനം നേടിയവരാകും ജില്ലാതലത്തിൽ കുടുംബശ്രീ അംഗങ്ങൾക്ക് പരിശീലനം നൽകുക. പരിശീലനം പൂർത്തിയാക്കിയതോടെ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇവർക്ക് കീഴിലും പുതിയ ബാച്ച് തുടങ്ങും. 18 മുതൽ 35 വയസ്സ് വരെയുള്ള വനിതകളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബസ്സിന് പോവുകയാണെങ്കിലും ഇപ്പോൾ നമ്മളുടെ ഏതെങ്കിലും ഒരു തിരക്കുള്ള സ്ഥലത്തിൽ പെടുകയാണെങ്കിൽ ആൾക്കാർ നമ്മുടെ അടുത്ത് മോശമായിട്ട് പെരുമാറും. നമുക്ക് പലപ്പോഴും അത് നേരിടാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഇത് പഠിക്കുന്നതിലൂടെ നമുക്ക് ധൈര്യം ഒന്നാമത് ഉണ്ടാവും. പിന്നെ നമ്മൾ ധൈര്യം മാത്രം ഉണ്ടായാൽ പോയാലും നമുക്ക് അതിനുള്ള കരുത്തും വേണമല്ലോ. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്യണതിലൂടെ നമുക്ക് ധൈര്യത്തോടൊപ്പം തന്നെ നമുക്ക് എങ്ങനെയാണ് അവരെ നേരിടേണ്ടതെന്നും കൂടെ അറിയും. ഇതിലൂടെ നമുക്ക് എന്താ പറയുക, ഫിസിക്കലി നമ്മൾ കുറച്ച് സ്ട്രെങ്ത് കിട്ടും. പിന്നെ അതുമല്ല നമുക്ക് ഒരു കോൺഫിഡൻസ് ആണ് പുറത്തോട്ട് സമൂഹത്തിലോട്ട് ഇറങ്ങുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യാം. സ്വയം പ്രതിരോധത്തിനൊപ്പം വരുമാനവും ഈ പദ്ധതിയിലൂടെ ഇവർക്ക് ലഭ്യമാകും. പരിശീലന സമയത്ത് മാസം 1000 രൂപ ലഭിക്കുന്നുണ്ട്. പുതിയ ബാച്ചിന് പരിശീലനം നൽകുന്നതിന് ശമ്പളം നൽകുകയും ചെയ്യും. ചിറ്റൂർ, ചെർപ്പുളശ്ശേരി എന്നിവിടങ്ങളിലാണ് പരിശീലന കേന്ദ്രങ്ങൾ. വിദ്യാർത്ഥികളും ജോലി ചെയ്യുന്നവരും വീട്ടമ്മമാരും ഈ പദ്ധതിയിൽ അംഗങ്ങളാണ്. ഇനി ഇവർക്കും സ്വന്തമായി പണം സമ്പാദിക്കാനാകും. മാത്രമല്ല സ്വയം പ്രതിരോധ മാർഗങ്ങൾ സ്വായത്തമാക്കാനുമാകും. പൊതുയിടത്ത് സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന കാലമാണ്. പ്രതിരോധം മാത്രമല്ല, വരുമാനവും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. പാലക്കാട് നിന്ന് അരുൺ പുതുപ്പാടിക്കൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം.